സർവശക്തനായ ദൈവത്തെ ചേർന്ന് ആരാധിക്കാം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എല്ലാ സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എല്ലാ സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ദൈവമെന്റെ ദൈവം, പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഒന്നില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഒന്നില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ഷാലോം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാം. ഷാലോം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എല്ലാ സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എല്ലാ സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ഓ സർവശക്തനാണല്ലോ എന്റെ ദൈവം, എല്ലാ സാധ്യമായൊന്നുമില്ല. 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 Amen. Hallelujah. 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 Amen. Amen. Hallelujah. Thank you, Jesus. Thank you, Father God. Hallelujah. എത്ര പേർക്ക് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഈ സർവശക്തനായ ഈ ദൈവത്തെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. രോഗത്തിനും ദുഃഖത്തിനും ഒന്നിനും ഈ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിവില്ല. ഈ സർവശക്തൻ സകലത്തെയും സൃഷ്ടിച്ച ഈ ദൈവം നമ്മുടെ റാഫയായ ദൈവമാണ്, സൗഖ്യദായകനാണ്. ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ സൗഖ്യമില്ലാതെ ഉണ്ടെങ്കിൽ ഈ യേശുവിൻ്റെ കരങ്ങൾ, റാഫയായ യഹോവയുടെ കരങ്ങൾ ഈ നിമിഷം തന്നെ തൊട്ട് നമ്മളെ സൗഖ്യമാക്കുമാറാട്ടെ. നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പറയാം, നമ്മുടെ ദൈവം വലിയവനാണ്. കാണാത്ത കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് നമ്മുടെ മുമ്പിൽ എന്താ വഴിയെന്ന് അറിയത്തില്ല, എന്നാലും കാണാത്ത കാര്യങ്ങൾക്ക് നമുക്ക് നിശ്ചയമായി നമ്മുടെ ദൈവം നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്ന ദൈവമാണ്, നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? Let's together worship this God.
let's believe and declare that our Lord is God and He will walk me through, and there is nothing that is impossible by Him. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർത്തിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർത്തിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. Let's declare that. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാളുനാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാളുനാളായാലും നാട്യം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ Yes. Hallelujah. സാത്താന്യ പ്രവൃത്തികൾ ഓ, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്യ പ്രവൃത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു
കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവ്. എത്ര പേർക്ക് ഇത് ചേർന്ന് പറയാൻ നോക്കും? Amen. Hallelujah. Hallelujah. Because my God is an amazing God. Amen. Even if I don't see, ഞാനൊന്ന് കണ്ടില്ലെങ്കിൽ കൂടി, പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചില സമയത്ത് the ways of the Lord is very different. Amen. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി, ദൈവത്തിൻ്റെ ഒരു നമ്മുടെ മേലുള്ള കരുതൽ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തരാനായിരിക്കില്ല ചിലപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, അല്ലേ? Amen. Sometimes, many times, ഒത്തിരി സമയങ്ങളിൽ നമുക്കത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ബട്ട് ഗോഡ് ഹാസ് ഹിസ് ഓൺ ടൈമിംഗ് ഈസ് എവറിത്തിങ്. ദൈവത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് അത് ഒരു അത്ഭുത സമയമാണ്, അല്ലേ? പക്ഷേ നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, അല്ലേ? എത്ര പേർക്ക് ഇന്ന് ചേർന്ന് പറയാം, എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. Amen. Thank you, Lord. Thank you, Lord. We thank you, God. Amen. Hallelujah. Hallelujah. Thank you, Jesus. Amen. Amen. Hallelujah. Hallelujah. നമ്മുടെ ദൈവം നമ്മളിപ്പോൾ പാടിയതുപോലെ സർവശക്തനാണ്. There is nothing that is impossible by him. Amen. ഈ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഈ ദൈവം നമ്മുടെ രാജാവാണ്, നമ്മുടെ പിതാവാണ്. ഈ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. ആൻഡ് he has given us the authority and the power to trample over serpents and to declare, to heal, to release the captives. ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, രോഗികൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ we have the authority in our hands. Let's use that. Let's declare that he is the king over everything, that he is the Lord over everything that we have and that we own is his. Amen. There is Yes. nothing that we can hold on to. Amen. Thank you, Lord. Let's surrender Thank you for everything. your promises. Thank you, Lord. ദൈവമേ, Thank you, Lord. Thank you, Lord. ഡാഡി, എല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന Yes. പിതാവേ, അങ്ങാൽ This is nothing കഴിയാത്തതൊന്നുമില്ല. impossible. Yes, nothing impossible with you, God. Amen. And because Thank you, we are Jesus. with you, Thank you, Lord. Thank you, Lord. We can take that authority Hallelujah. and the power and declare that over our lives, over our children, over our families, over any disease that is Hallelujah. ruling this Yes. world right Oh, now. come on. We declare, Lord, with your strength and with your power and the Oh, we authority that praise you have praise given us. Praise you. Lord, we Yes. declare Oh, that yes. this virus will Yes, bow we down declare to right you, now. Father Yes. God. Oh, yes. Thank It's you, not Lord. the vaccines, Oh, yes. injections or It is മരുന്നുകളോ not. അല്ല, It is you, അപ്പാ. mighty God. It is you, mighty അങ്ങയുടെ God. നാമത്തിന് Yes. മുമ്പിൽ Thank you, Lord. Thank you, Lord. ഈ വൈറസ് Thank you, Lord. മുട്ടുമടക്കിയിരിക്കുന്നു. Thank you, Lord. We believe that, Father God. Hallelujah. Hallelujah. We praise you, Jesus. നമ്മൾ ആരാന്ന് നമുക്ക് അറിയെങ്കിൽ we will not be like this. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ആ ശക്തി, Amen. യോശുവയ്ക്ക് കൊടുത്ത ആ ശക്തി, മോശയ്ക്ക് കൊടുത്ത ആ ശക്തി നമ്മുടെ കൂടെയുണ്ട്. Let's use it, Amen. church. Lord. Amen. Thank you, Lord. Thank you, മിണ്ടാണ്ടിരിക്കാൻ Lord. നമുക്ക് ഇപ്പം ഇനിയും Thank you, Lord. സമയമില്ല. Let's Hallelujah. use it. Thank you, Lord. Thank Let's you, declare Jesus. his name Lord, and thank you. glorify his name. Let his kingdom come. പിതാവിന്റെ രാജ്യം ഇവിടെ വരുവാൻ Amen. നമുക്ക് ഒരുക്കാം നമ്മളെ തന്നെ. കഴിയാത്തത് ചേർന്ന് പറയാം നമുക്ക്. ഏതുമില്ല ഏത് രോഗമായാലും തന്നാമത്താ സാധ്യമേ എല്ലാം സാധ്യമാണ്. എല്ലാമെല്ലാം Let's open our mouth and declare this. ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല തന്നാമത്താൽ സാധ്യമേ എല്ലാവൻ ചൊല്ലിയിലെല്ലാമാകും എല്ലാ പേരെല്ലാ നാമം വന്മതിൽ പോലുള്ള ദുഃഖവും തൻ കരത്താൽ നീങ്ങിടും വല്ലവൻ ചൊല്ലിയിലെല്ലാമാകും
വിശ്വസ്തൻ നീതിമാൻ സർവത്തിൻ നായകൻ എൻ്റെ യേശുവിൻ നാമത്താൽ മാറാത്തതാ രോഗങ്ങൾ ഏതുണ്ട് ഇല്ല ഇല്ല എൻ യേശുവിൻ നാമത്താൽ. Come on, sing it together. എൻ യേശുവിൻ നാമത്താൽ മാറാത്തതായി വൻരോഗങ്ങൾ ഏതുണ്ട് ഇല്ല ഇല്ല. വചനം നൽകിയിടും വിടുതൽ യാചന കേൾക്കുന്നതാ വിജനമരുഭൂമി യാത്രയിൽ അജയനായി കൂടെ വരും. വചനം വചനം നൽകിയിടും വിടുതൽ യാചന കേൾക്കുന്നതാ വിജനമരുഭൂമി യാത്രയിൽ അജയനായി കൂടെ വരും. വീഴാതെ താങ്ങിടും കരത്താൽ താഴാതെ ഉയർത്തിയിടും കരുത്താൽ വിശ്വസ്തൻ നീതിമാൻ സൈന്യത്തിൻ നായകൻ എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. സാധ്യമേ എല്ലാമെല്ലാം. ചേർന്ന് പാടാം. എൻ ദൈവത്താൽ എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. നാമത്താൽ സാധ്യമേ നാമത്താൽ സാധ്യമേ എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. കമോൺ കമോൺ, എത്ര പേർക്ക് ഇന്ന് ചേർന്ന് പറയാൻ നോക്കും എൻ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. കമോൺ, ലുക്ക് അറ്റ് ദ പേഴ്സൺ. നിങ്ങളുടെ അടുത്ത ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോട് നോക്കി ഉറക്കെ അവരെ ഒന്ന് കൈ ഒന്ന് കുലുക്കി അവരെ തോളിലൊന്ന് തട്ടി ഒന്ന് പറയാം, എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. എൻ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. ടുഗദർ, ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് സേസ് എൻകറേജിങ് ഈച്ച് അതർ. അല്ലേ, നമ്മൾ ഓരോരുത്തരെയും നമ്മളെ ഉത്സാഹിപ്പിക്കണം. എങ്ങനെ? പാട്ടുകൾ പാടി, ഇൻ ഹിംസ് ആൻഡ് പ്രൈസസ്. ദാറ്റ്സ് വാട്ട് Colossians 3:16 says that, encouraging each other in psalms and praises. ഈ പാട്ടുകളെല്ലാം പാടുമ്പോഴൊക്കെ നമ്മുടെ അതിരങ്ങളെ ഉയർത്തി നമ്മൾ പാടുന്ന ആ സമയത്ത് തന്നെ അടുത്തുള്ള നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഒന്ന് എൻകറേജ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. നീ എന്ത് തന്നെ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ആയിരുന്നാലും my God is capable for everything, and He is capable, He is able, He is everything. My God, there's nothing that is impossible with you, God Jesus. Thank you, Lord, for the experiences. Thank you, Lord, for the ways that you're leading us through, mighty God. If it's not relevant right now, if it's painful right now, Father God, help me to understand how I may overcome the situation that I have, Lord Father. Whatever that is, I have to learn today from this difficult situation that I am in right now. Father, please pray the Lord Master that you will teach me right now that I may overcome this difficulty, that in your name I will go across, in your name I will win, Lord Father.
Father, once again, Lord Master, we come at every person that is listening right now in this Zoom meeting, in this YouTube and Facebook, whoever it is right now, that is the word of God is coming to today, Lord Master. We pray that you will work in their hearts and in every homes that is this being heard, Lord Father. Yes, you will be the Lord of their homes, Lord Jesus. Father, every word that we listen today, Lord Master, and we pray that, Father, you will anoint the servant of God, even as we prepare our hearts with worship to listen to your word. Every word that we listen today, Father, help us to be, yes, Lord, and working in our hearts and giving us the daily manna that we require to live in this world, Lord Father. Once again, we commit everything to your hands, Lord Jesus. We ask all these things in the name of my Lord and my Savior, Jesus Christ. And everybody say, Amen. 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 Thank you, Amen. Lord. Amen. 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 Thank you. Thank you, Brother Biju, Praise God. ജോർജ് ആൻഡ് സിസ്റ്റർ ഷൈനി. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നല്ലോ. വളരെ നന്ദി. ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്ന് ആത്മീയ ശുശ്രൂഷയിലേക്ക് കിടക്കുവാൻ പോകുകയാണ്. അത് ഇന്ന് രാത്രിയിൽ നമ്മളോടൊപ്പം ദൈവത്തിന്റെ വചനം പങ്കിടുന്നത് പാസ്റ്റർ ജോസഫ് ദാനിയേൽ അവറുകളാണ്. പണ്ട് ഒരു സമയത്ത് നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുകയുണ്ടായി. അദ്ദേഹം വിവിധ തരത്തിൽ കർത്താവിനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അതേ, ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്, ഒരു സഭാ ശുശ്രൂഷകനാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനും അദ്ദേഹത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനും ഇടയായതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഒരു ഭാഗ്യ പദവി നമുക്ക് ദൈവം തന്നല്ലോ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റിനെ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പ്രധാന വിഷയത്തിന് വേണ്ടി താൻ ഇപ്പോൾ ഒന്നുകിൽ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആസ്ഥാനത്തായിരിക്കും. അതേ, താൻ പോയിരിക്കുന്ന കാര്യങ്ങൾ നിറപടിയായി നിറവേറ്റി അതേ കടന്നു വരുവാനും തന്റെ ആരോഗ്യത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്ന് അടുത്ത ആഴ്ചയിൽ സൂം മീറ്റിംഗിൽ നമ്മളോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ദൈവദാസനെ അവിടുന്ന് സൗഖ്യപ്പെടട്ടെ, ടച്ച് ചെയ്യട്ടെ. തന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ടച്ച് ചെയ്യുവാൻ കഴിയുന്ന ആണിപ്പഴുതുള്ള കരം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എല്ലാവരും കണ്ണുകളെ അടച്ച് ആത്മാർത്ഥമായ ഹൃദയം ഒന്ന് പകർന്ന് അതെ മൗനമായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അഭിഷിക്തനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അഭിഷേകത്തോടുകൂടി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ അതേ മാനുഷിക ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ശബ്ദം നമുക്ക് വേണ്ട. സ്വർഗത്തിലെ ഇമ്പകരമായ ശബ്ദം നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ ഉറപ്പിക്കുവാൻ, നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ, നമുക്ക് ആവശ്യമായ ആത്മീയ ഉത്തേജനം നൽകുവാൻ ഈ വചനങ്ങളാൽ നമുക്ക് സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. പരിപിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവെ, പ്രാരംഭമായി ഞങ്ങളുടെ പ്രസിഡന്റിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. താൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന അതേ ആ പ്രവൃത്തി എന്ത് തന്നെയായിരുന്നാലും, ഇപ്പോൾ യാത്രയിലാണെങ്കിൽ അതിങ്ങനെ, അല്ല ഏതെങ്കിലും ആസ്ഥാനത്താണെങ്കിൽ അങ്ങനെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുന്നില്ലെങ്കിലും കാണാൻ കഴിയുന്ന കണ്ണുള്ള ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ മകനെ ഏൽപ്പിക്കുകയാണ്. എന്താ അടുത്ത ചൊവ്വാഴ്ച ഈ മീറ്റിംഗിൽ അതേ സ്പിരിച്വൽ ട്രെയിൻ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആരോഗ്യത്തോടുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കേണ്ടത് അവിടുന്നാണല്ലോ. അവിടുത്തെ കരം നീട്ടണമേ. നിന്റെ മകന് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി കർത്താവേ, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന നിന്റെ ദാസൻ ഹല്ലേലൂയ പാസ്റ്റർ ജോസഫ് ദാനിയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഞങ്ങൾക്ക് ഇന്ന് രാത്രി തരണമേ. ഞങ്ങളുടെ തകർന്ന മനസ്സുകളെ ഇന്ന് രാത്രി ഉത്തേജിപ്പിക്കണമേ. അതേ, രോഗികൾക്ക് ഇന്ന് രാത്രി സൗഖ്യം നൽകണമേ. അതുപോലെ തന്നെ കർത്താവേ, നിന്റെ ആത്മീയ ദൂതുകൾ ഞങ്ങൾ കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം അവിടുന്ന് തന്നെ ഭരിച്ചു നടത്തണം. പുത്തൻ അഭിഷേകത്തോടെ ഒരു തീയായും തീക്കട്ടയായും ഇന്ന് രാത്രിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കതൊരു ഉത്തേജനമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്. പാസ്റ്റർ ജോസഫ് ദാനിയേൽ അവരുകളെ
അതെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് അതേ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനൊരു കൂട്ടായ്മയിൽ കർത്താവ് നമുക്ക് ഒരുമിച്ച് നൽകിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. സ്തോത്രം. നല്ല ഗാനങ്ങൾ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരുന്നു. അതിൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അതുപോലെ തന്നെ മിനി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സ്നേഹിതരെയും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ വെൽക്കം ചെയ്യുന്നു. എൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ജോസഫ് ജെയിംസ് പാസ്റ്റർ, മറ്റെല്ലാ ലീഡേഴ്സിനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരത്തിനായി ഞാൻ അവർക്ക് താങ്ക് യു പറയുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി അല്പനേരം ദൈവവചനത്തിന്റെ ശ്രദ്ധയിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കാം. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ തൻ്റെ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 13 ഓൺവേഴ്സ്, 13 തൊട്ടുള്ള വാക്യങ്ങൾ. റിപ്പീറ്റിംഗ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 13 ഓൺവേഴ്സ്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിനെ അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സ്തോത്രം. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുന്ന ഒരു പാസേജാണിത്. എന്നാൽ ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ദൈവദാസൻ പറയുന്നു, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അപ്പം എല്ലാ മനുഷ്യർക്കും ഒന്നുകിൽ കഷ്ടത്തിന്റെ ഒരു ടൈമുണ്ട്. ഈ കഷ്ടത്തിന്റെ ടൈം കഴിഞ്ഞാൽ പാട്ടുപാടുന്ന ഒരു ഒക്കേഷനും എല്ലാവരുടെയും ലൈഫിലുണ്ട്. ഈ 2 അവസ്ഥകളെ മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടല്ലോ. ഒന്നുകിൽ കഷ്ടത്തിൽ കൂടെ പോകുമ്പോൾ ഉള്ള പ്രയാസം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വിടുതൽ കിട്ടി സന്തോഷിക്കുന്ന ഒരു സമയം. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവദാസനായ അപ്പോസ്തലനായ ജെയിംസ് പറയുന്നു, ഈ 2 സാഹചര്യത്തിലും ഒരു ഭക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോട് കണക്ഷൻ പുലർത്താനാണ്. സ്തോത്രം. ചിലരെ പ്രയാസം വരുമ്പോഴേ, only when they're going through suffering or issues, problems, troubles, they will look into the face of the Lord. അന്നേരം മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ, സ്തോത്രം, അനേകരും പ്രാർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഒരു നെയിം സേക്കായിട്ട് മാറും. എന്നാൽ ദൈവദാസൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നു, കഷ്ടം അനുഭവിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ച് എന്തിനാ കഷ്ടം തരുന്നത്? കഷ്ടം തരുന്നത് പ്രാർത്ഥിച്ച് ഒരു സ്പിരിച്വൽ റിലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ
പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, അതൊരു പാസ്പോർട്ടാ. നമ്മൾ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ കയറണമെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം. ഒരു കൺട്രിയുടെ ബോർഡറിൽ ചെല്ലുമ്പോൾ, നാട്ടിലെ പോലും ആണെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ പോകണമെങ്കിലും ബോർഡറിൽ ചെക്കിംഗ് ഉണ്ട് പലയിടത്തും. അപ്പം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ആവശ്യമാണ്. ഇതുപോലെ ഒരു ദൈവ പൈതലിനെ, ഒരു ഭക്തനെ തൻ്റെ ഫിസിക്കൽ റിലത്തിൽ നിന്ന് ഉയർത്തി ആത്മീയ റിലത്തിലേക്ക് കൊണ്ടുപോകുന്ന പാസ്പോർട്ടാണ് പ്രയർ എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ നമ്മൾ ആരും ദൈവത്തോട് കംപ്ലൈന്റ് ചെയ്യാതെ പ്രാർത്ഥിക്കണം. കാരണം പാസ്പോർട്ട് കയ്യിലിരിക്കുക, ദൈവം വിസ തന്നിരിക്കുക. നിന്നെ അടുത്ത റിലത്തിലേക്ക്, അടുത്ത ഏരിയയിലേക്ക് ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്താൻ തീരുമാനിച്ചതിൻ്റെ പാസ്പോർട്ടാണ് ഈ കഷ്ടത. ഈ കഷ്ടത നീ തകർന്നു പോകാനല്ല, പ്രാർത്ഥിച്ച് നീ അടുത്ത റിലത്തിലേക്ക് കയറുവാൻ ദൈവം തമ്പുരാൻ കൈ തന്നിരിക്കുന്ന പാസ്പോർട്ട്, കീയ. ഈ കഷ്ടത. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ പറയുന്നത്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവേ, ഇത് എന്തിനാ എനിക്ക് വന്നതെന്ന് ഓർത്ത് ഭാരപ്പെടാൻ വേണ്ടിയല്ല, എനിക്ക് പാസ്പോർട്ട് തന്നതിനായി സ്തോത്രം. എനിക്ക് എൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ ഇന്നില്ല. ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ ഹെഡ് ക്ലർക്കായി അനേക വർഷങ്ങൾ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. സ്തോത്രം. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ആ ദൈവവൃത്യൻ ഇങ്ങനെ ഉപവാസത്തിനും പ്രാർത്ഥനയിലും ഇരിക്കുക. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടു. സ്തോത്രം. കർത്താവേ, ഈ ഭയങ്കര വ്രണം തന്നതിനായി സ്തോത്രം. ഈ വ്രണം തന്നതിനായി സ്തോത്രം. സഹിക്കാൻ കഴിയാത്ത പോലുള്ള വേദന തന്നതിനായി സ്തോത്രം. ഈ ചൊറി തന്നതിനായി സ്തോത്രം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ആയുസ്സിൽ ആദ്യമായിട്ടാ ഒരു മനുഷ്യന് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടത്. സ്തോത്രം. ചൊറി തന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അന്യഭാഷയും പറയും, അതിൻ്റെ കൂടെ വേറെ ഭാഷ ഉണ്ടെങ്കിൽ അതും പറയും, സകല ഭാഷന്മാരെയും കുറ്റം പറയും, ദൈവത്തെയും കുറ്റം പറയും. സ്തോത്രം. എന്നാൽ ഈ ദൈവദാസന്റെ പ്രാർത്ഥന എൻ്റെ ലൈഫിനെ വളരെ സ്വാധീനിച്ചു. സ്തോത്രം. അദ്ദേഹം ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ കഷ്ടതയിലൂടെ ശരീരം മുഴുവനും വ്രണമായി ഭാരപ്പെടുമ്പോൾ തൻ്റെ വീട്ടുകാർ മുഴുവനും ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തനിക്കെതിരായി നിൽക്കുമ്പോൾ ദൈവസന്നദ്ധിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് സ്തോത്രം അതിനകത്തൂടെ കയറി പോകുമ്പോൾ തന്നെ ഒരു വലിയ ആത്മീയ റിലത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടത അനുഭവിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് സന്തോഷം വരുമ്പോൾ, നല്ല സമയങ്ങൾ ദൈവം തരുമ്പോൾ അവിടെയും ദൈവത്തെ മറക്കാതെ അപ്പോസ്തലൻ പറയുന്നു, ഗീവ് താങ്ക്സ് ടു ഗോഡ് ഫോർ എവരിതിങ്. ദൈവം ചെയ്തതിനെല്ലാം താങ്ക് യു പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അപ്പോഴും നീ ദൈവവുമായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യണം. സ്തോത്രം. ശ്രദ്ധിക്കുക, കഷ്ടതയാണെങ്കിലും പാട്ടുപാടുന്ന ഒക്കേഷൻ ആണെങ്കിലും തമ്പുരാനുമായിട്ടുള്ള ബന്ധം നീ വിച്ഛേദിക്കരുത്. സ്തോത്രം. എനിക്ക് ഉയർച്ച തന്നതിനായി സ്തോത്രം. മോടെ കല്യാണം നടത്തി തന്നതിനായി സ്തോത്രം. കർത്താവേ, താമസിക്കാൻ ഒരു വീട് തന്നതിനായി സ്തോത്രം. പഠിക്കാൻ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മുടെ മുകളിലുള്ളവരെയാണ്. സ്തോത്രം. അപ്പോഴാണ് നമ്മൾ നിരാശപ്പെടുന്നത്. എന്നാൽ നമ്മുടെ താഴെയുള്ളവരെ നിങ്ങൾ നോക്കാറുണ്ടോ? ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്ത ആയിരങ്ങളുണ്ട്. ഒരു സ്കൂളിന്റെ വരാന്തയിൽ പോകാൻ കഴിയാത്ത ആളുകളുണ്ട്.
ആമേ സ്തോത്രം. ജീവിതത്തിൽ ഒരു നേരം ഊണ് ആമേ കഴിക്കാൻ നിവർത്തിയില്ലാത്ത, വസ്ത്രം ധരിക്കാത്ത ആയിരങ്ങൾ ലോകത്തിലുണ്ട്. ആമേ സ്തോത്രം. നമുക്ക് ദൈവം തമ്പുരാൻ തരാത്തതിനെ ഓർത്തുള്ള കംപ്ലൈന്റിനേക്കാൾ തന്നതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം 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 പറയുമ്പോൾ നീ സ്വർഗവുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രയർ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലൈനാണ്. ഒരു ദൈവവൈതലിന്റെ ഒരു നാഡി, ഹാർട്ടിന് ജീവനുള്ളതുപോലെ, നാഡീയിടുപ്പ് നിന്നു പോകുന്ന പോലെയാണ് ഒരാൾ. പ്രാർത്ഥന ഇല്ലെങ്കിൽ, പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തി ഡെഡാണ്. പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു ഭക്തന്, അവനൊരു ക്രിസ്ത്യാനി, ഒരു ദൈവദാസൻ, ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം, നീ ചത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞു, ആമേ സ്തോത്രം, എ പാസ്റ്റർ ഹു ഈസ് നോട്ട് പ്രേയിങ് ഈസ് പ്ലേയിങ് എന്ന സ്തോത്രം എന്ന് പറഞ്ഞാൽ, ആമേൻ, പ്രാർത്ഥിക്കാത്ത ഒരു ദൈവദാസൻ ആമേൻ സ്തോത്രം കളിക്കുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേൻ ഒരു ലൈഫ് ലൈനാണ്. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. 1 തെസ്സലോനിക്കർ 5:17 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ. ആമേൻ. പ്രേ വിത്തൗട്ട് സീസിങ്. പ്രേ വിത്തൗട്ട് സീസിങ്. ആമേൻ സ്തോത്രം. സോ ഇഫ് യു ഡു നോട്ട് പ്രേ, വാട്ട് ഹാപ്പൻ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ സീസ് ഫോർ എവർ. നിങ്ങൾ ഒരിക്കലും പിന്നെ എന്നേക്കുമായി മരിച്ചു പോകും. സ്തോത്രം. ആമേൻ. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവ ജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിലൂടെ, സ്തോത്രത്തിലൂടെ 24 മണിക്കൂറും ദൈവത്തോട് കണക്ഷൻ വേണം. സ്തോത്രം. ജോലി ചെയ്താലും, വണ്ടി ഓടിച്ചാലും, മറ്റെവിടെയായിരുന്നാലും ആമേ സ്തോത്രം 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 ഇത് പറഞ്ഞ് ദൈവത്തോട് അടുക്കുവാൻ കഴിയുന്നതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ആത്മീയ ശ്രേഷ്ഠത. ലോകത്തിൽ എന്ത് സംഭവിക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യമോ ഇഷ്ടമില്ലാത്ത കാര്യമോ സംഭവിക്കട്ടെ, നെഗറ്റീവ് കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കട്ടെ, ആമൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല, പരീക്ഷയിൽ പാസ്സായില്ല, ആമൻ അല്പം തോറ്റുപോയി, മാർക്ക് കുറഞ്ഞു, ആമേ സ്തോത്രം, ആരാധനയിൽ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല, ആരാധിക്കാൻ പോകാൻ പറ്റും, സാരമില്ല. ആമേൻ. ദൈവത്തോടുള്ള കണക്ഷൻ നിർത്തരുത്. സ്തോത്രം. ആ കണക്ഷനാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. ആമേൻ. ഞാൻ സാധാരണ പറയാറുണ്ട്, ഓരോ ചർച്ചിന്റെയും മിഷൻ എന്ന് പറയുന്നത്, ആമേൻ, ആ ചർച്ചിന്റെ മിഷൻ എന്ന് പറയുന്ന ഇവാഞ്ചലിസമാണ്. സ്തോത്രം. സുവിശേഷീകരണമാണ്. സുവിശേഷീകരണത്തിന് ദർശനമില്ലാത്ത ചർച്ചല്ല, അത് സോഷ്യൽ ക്ലബാ. സ്തോത്രം. ഇന്ന് നമ്മുടെ ചർച്ചുകൾക്കൊക്കെ സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ഭാരമില്ല. അതുകൊണ്ടാണ് അടുത്തിരിക്കുന്നവനെ കുറിച്ച് ഭാരപ്പെടുന്നതും, ആമേ സ്തോത്രം, അവിടെ പ്രശ്നം ഉണ്ടാകുന്നതെല്ലാം ആത്മീയ ഭാരമില്ലാഞ്ഞ. സ്തോത്രം. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമുണ്ടെങ്കിൽ ചർച്ചിൽ മറ്റൊരു വിഷയത്തെ കുറിച്ചും നമ്മൾ ഭാരപ്പെടത്തില്ല. സ്തോത്രം. നമുക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടും ഭാരമില്ലാത്തതുകൊണ്ടുമാണ് ആമേൻ മറ്റ് പ്രശ്നം എല്ലാം വലിയ പ്രശ്നമായിട്ട് വരുന്നത്. സ്തോത്രം. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമുക്കുണ്ടെങ്കിൽ സ്തോത്രം, നമ്മൾ ഒരു വഴുക്കനും പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കതിനെ കുറിച്ച് ദൈവസനെ സന്തോഷിക്കുവാൻ കഴിയും. ഒരു ദൈവ പൈതലിന്റെ ലൈഫ് ലൈനാണ് ആമേൻ ദൈവവുമായിട്ടുള്ള കണക്ഷൻ. എന്നവൻ പ്രാർത്ഥന നിർത്തുമോ അന്ന് അവൻ സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു, ഡിസ്കണക്റ്റഡ്. സ്തോത്രം. ആമേൻ. എന്തായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, we have to pray. സ്തോത്രം. പ്രാർത്ഥന അത്ര വലിയതാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, പാസ്പോർട്ടാ. നിന്നെ അടുത്ത റിലത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന, കേറാനുള്ള പാസ്പോർട്ട് ദൈവം കൈ തന്നിരിക്കുക. സ്തോത്രം. ആമേൻ. പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിന്റെ കൈ തന്നിരിക്കുക. ആമേൻ. എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിന്റെ താക്കോലല്ല, ആത്മീയ വാതിലിന്റെ താക്കോല് ദൈവം തന്നിരിക്കുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിലും ജാതിയുടെ ഇടയിലും സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ, അതായത് അർത്ഥം. സ്തോത്രം. ആമേൻ. ദൈവം പത്രോസിനെ യഹൂദന്മാരുടെ ഇടയിൽ
ആമേൻ ദൈവരാജ്യം തുറന്നു കൊടുക്കാൻ താക്കോൽ ഉപയോഗിച്ചു കൊടുത്തു. അതേ അപ്പോസ്തലനെ തന്നെയാണ് ജാതികളുടെ ഇടയിൽ കൊർന്നല്യോസിന്റെ വീട്ടിലും താക്കോൽ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതാ അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് ഒരു റിലത്തിൽ നിന്ന് നമ്മളെ ഉയർത്തുമ്പോഴാണ് ആത്മീയ അനുഭവം നമുക്കുണ്ടാകുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാനോട് ദൈവം പറയുകയാണ്, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ യോഹന്നാന് പത്മോസ് എന്ന് പറയുന്ന റിലത്തിൽ നീ കിടക്കുകയാണ്. ആമേൻ. അവിടെ കിടന്ന് ആമേൻ നിനക്ക് ഈ സ്വർഗരാജ്യത്തെ കുറിച്ച്, നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അറിയത്തില്ല. നിന്നെ ആത്മാവിൽ ഞാൻ എടുക്കാൻ പോവുകയാണ്. നിന്നെ ആത്മാവിൽ അടുത്ത റിലത്തിലേക്ക് പൊക്കിക്കൊണ്ടു പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സ്തോത്രം, അവിടെ ചെല്ലുമ്പോൾ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് മറ നീക്കി കാണിച്ചു തരും. സ്തോത്രം. മറ നീക്കി കാണിച്ചു. വെളിപ്പാടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണല്ലോ, മറ നീക്കി കാണിക്കുകയാണ്. നമ്മള് ആയിരിക്കുന്ന സെക്കുലർ ധ്രുവത്തിൽ നിന്ന് ആത്മാവിൽ അടുത്ത ലെവലിലേക്ക് പ്രാർത്ഥനയിൽ നിങ്ങൾ എടുക്കപ്പെടുമ്പോഴാണ് ഇതുവരെ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്. സ്തോത്രം. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നത് അപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരുപാട് പ്രശ്നത്തിനകത്ത് കിടന്ന് തലയിട്ടടിക്കുന്ന ഒരു മനുഷ്യന് വെളിപ്പാട് കാണാൻ പറ്റില്ല. സ്തോത്രം. സാഹചര്യം വലിയ വിഷയമാ. അതുകൊണ്ടാണ് നമ്മൾ മാറിയിരുന്ന് ഉപസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വലിയ കാര്യമാ. നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് കയറണോ? ആമേ സ്തോത്രം. ഡിസ്ട്രാക്ഷനിൽ നിന്ന് നിങ്ങൾ മാറിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് ഏതു മനുഷ്യന്റെയും ജീവിതത്തിൽ ആമേൻ ശുശ്രൂഷയിൽ ഒരു വ്യത്യാസം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാൻ പോകുന്നത് യോഹന്നാനെ കാണിച്ചതാണ്. സ്തോത്രം. നീ ഇവിടെ കയറി വരിക. എന്നെ കേൾക്കുന്ന ദൈവഭക്തന്മാരെ, സഹോദരിമാരെ, സ്തോത്രം. അടുത്ത ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയരണമെങ്കിൽ, ശുശ്രൂഷയിൽ ഉയരണമെങ്കിൽ, കാഴ്ചപ്പാടിൽ ഉയരണമെങ്കിൽ, ആത്മീയത്തിൽ നിങ്ങൾ ഉയരണമെങ്കിൽ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറണം. സ്തോത്രം. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ പോരാടണം. പ്രാർത്ഥിച്ച് പോളിയോങ്ങിച്ചോ ഒക്കെ പറയുന്ന പോലെ പ്രാർത്ഥിച്ച് പ്രാകാരത്ത് നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥിച്ച് വിശുദ്ധ സ്ഥലത്ത് കയറണം. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് കയറണം. സ്തോത്രം. തിരുപോരാട്ടം എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലും ചില പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്ത് കേറി കഴിയുന്ന ഒരു ഭക്തന് മാത്രമേ പിശാചിനോട് ആമേൻ ശാസിക്കാനുള്ള പവർ കിട്ടത്തുള്ളൂ. സ്തോത്രം. ആമേൻ. നീ പ്രാകാരത്തിൽ നിന്ന് ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ ആമേൻ നീ ബലഹീനനായ വിശ്വാസിയാണ്. സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയിൽ പോരാടി നീ അകത്തേക്ക് കയറുമ്പോൾ നിന്റെ ആത്മാവിൽ നീ ഇന്ന് രാത്രി ശക്തനായി മാറും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ പറയുന്നു, നിങ്ങളിൽ രോഗിയായിരിക്കുന്ന വ്യക്തി, സ്തോത്രം, നിങ്ങളിൽ ആമേൻ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ട് കർത്താവിന്റെ നാമത്തിൽ അവരവനെ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ചില സമയത്ത് പ്രാർത്ഥനയിൽ നമുക്ക് തന്നെ പോരാടുവാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ട്. ചില സമയത്ത് നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തന്നെ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ട്. സ്തോത്രം. നിങ്ങൾ എത്ര മിടുക്കരാണേലും, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണേലും, യു നീഡ് സപ്പോർട്ട്. സ്തോത്രം. യു നീഡ് പ്രയർ. ആമേൻ. അത് വാരിയേഴ്സ് വിത്ത് യു. ദൈവസന്നിധി പോരാടുവാൻ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ആളുകളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചർച്ചയിൽ പോകേണ്ടത്. സ്തോത്രം. ചിലര് ആമേൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ആദ്യ നിയമസഭയ്ക്ക് ദൈവം കൊടുത്ത ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ ഡോക്ടറിലൊന്നാ ഫെലോഷിപ്പ്. അവർ തമ്മിൽ കൂട്ടായ്മ കൂടി അപ്പം നുറുക്കി സ്തോത്രം കഴിച്ചു പോകുന്ന നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അപ്പം അപ്പോഴേ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു മെഡിസിനാ. ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ ഒരു വലിയ മെഡിസിനാ. സ്തോത്രം. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ആമേൻ ഒരിക്കൽ ഹാർട്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാര് ആമേൻ സ്തോത്രം
ഒരു റിസർച്ച് ചെയ്തപ്പോൾ അവർ കണ്ടു, കൂട്ടായ്മയിൽ സന്തോഷമുള്ളവരുടെ ഹാർട്ട് വളരെ ആരോഗ്യമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ് ഉള്ളവർക്ക്, നല്ല കൂട്ടായ്മയുള്ളവർക്ക് അവരുടെ ഹാർട്ട് വളരെ ബലമുള്ളതാണ്. സ്തോത്രം. പ്രത്യേകിച്ച് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് മുട്ടേലിരുന്ന് കൈ ശക്തമായി കൊട്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ഭയങ്കര ആരോഗ്യമുള്ളവനാണ്. സ്തോത്രം. അവർ കണ്ടുപിടിച്ച ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പണ്ട് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ നിങ്ങൾ നോക്കി, സ്തോത്രം, വൈറ്റമിൻ ABCDയും മൾട്ടി വൈറ്റമിനും കഴിച്ചുകൊണ്ടല്ല അവർ നിന്നത്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് മുട്ടയിൽ നിന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച ആ ഭക്തന്മാരുടെ ആരോഗ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഞാനും എത്ര മൾട്ടിവൈറ്റമിനും കുടിച്ചിട്ടും 60 തട്ടിപ്പോവാ. സ്തോത്രം. കാരണം പ്രാർത്ഥനയില്ല. ആമേൻ. രാവിലെ എഴുന്നേറ്റിരുന്ന് ദൈവസന്നദ്ധിയിൽ ഇപ്പൊ അന്യഭാഷ തന്നെ പറയുന്ന സംശയമാണ്. സ്തോത്രം. പറയുന്നവന് സംശയം, കേൾക്കുന്നവന് സംശയം. സ്തോത്രം. അങ്ങനെയല്ലായിരുന്നു പണ്ട്. സ്തോത്രം. ഇന്ന് ചില ചർച്ചകളില് ഒരുത്തൻ അന്യഭാഷ പറഞ്ഞാൽ മുന്നേ ഇരിക്കുന്നവരെല്ലാം പുറകിലിരിക്കുന്ന തിരിഞ്ഞു നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ അബദ്ധം പറയുന്നത് ആരാണ്? പെന്തിക്കോസ്തുകാരൻ. സ്തോത്രം. വേറെ ഭാഷയെല്ലാം പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടയിൽ നിന്നുപോയത്. എന്നാൽ പണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ആത്മാവിൽ രാവിലെ കൈകൊട്ടി സ്തുതിക്കുന്നു. എനിക്ക് സ്തോത്രം. നിങ്ങൾക്ക് പലർക്കും അറിയാം. വാര്യാപുര മോനാച്ചൻ എന്ന് പറയുന്ന ദൈവദാസന് സ്തോത്രം. ഞാൻ അനേക പ്രാവശ്യം അദ്ദേഹത്തോട് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുറിയിൽ കയറി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാത്ത ആളും പ്രാർത്ഥിക്കും. സ്തോത്രം. കാരണം വെളുപ്പിനെ 4 മണിക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. ഞാൻ മുട്ടയിൽ നിന്ന് പോരാടി ആത്മാവിൽ പ്രാർത്ഥിക്കും. കാരണം 8 മണിക്ക് ആളുകൾ വരുന്നതിന് മുമ്പേ ഞാൻ 4 മണിക്ക് തൊട്ട് സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിച്ച് 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 ഇരിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. ഞാൻ അനേക പ്രാവശ്യം അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ ഓർക്കണം, നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആവശ്യമാണ്. ചിലർ പറയും ഒരുത്തനും നല്ല. പണ്ടൊരു അപ്പച്ചനെ ഞാൻ അടുത്ത് അറിഞ്ഞു, ചെന്ന് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എങ്ങും ആരാധനയ്ക്ക് പോകുന്നില്ല. 70-75 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പോകാത്തെന്ന് ചോദിച്ചു. പറഞ്ഞു, കുഞ്ഞെ ഒരുത്തനും ഗുണമില്ല. സ്തോത്രം. ഒരുത്തനും ഗുണമില്ലാത്തതുകൊണ്ടാണ് പുള്ളി എങ്ങും പോവാത്തെന്ന. സ്തോത്രം. പക്ഷേ സ്തോത്രം. നമുക്ക് കൂട്ടായ്മ വളരെ ആവശ്യമുണ്ട്. നമുക്ക് കൂട്ടായ്മ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 പേരും കൂടെ ചേർന്ന് ഒരു മനുഷ്യനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. സ്തോത്രം. അടുത്ത ദിവസങ്ങളില് ഒരു ദൈവദാസൻ പറയുന്നു, ഞാൻ കേട്ടു. സ്തോത്രം. ആ 4 പേര് ആ ദൈവദാസന്റെ 4 ആൺമക്കളാണെന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഭയങ്കര കാര്യമാണ്. കാരണം 4 ആൺമക്കളും കൂടെ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഡോക്ടറുടെ അടുത്തേക്ക് അപ്പനെ കൊണ്ടുവന്നു. സ്തോത്രം. അതാ യേശുവിന്റെ അടുക്കൽ. അതിൽ വലിയ മെഡിക്കൽ കോളേജ് ഇല്ലല്ലോ, അതിൽ വലിയ സർജൻ ഇല്ലല്ലോ, അതിൽ വലിയ ഓൾ സ്പെഷ്യലിസ്റ്റ് ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. 4 ആമക്കളും കൂടെ അപ്പച്ചനെ ദൈവത്തിന്റെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. 30-ലധികം മൈലുകൾ നടന്ന് ഈ 4 പേരും കൂടെ തോളിൽ അവരുടെ പിതാവിനെ എടുത്തുകൊണ്ട് വന്നെങ്കിൽ സ്തോത്രം. എന്താ അവരെ പ്രേരിപ്പിച്ച കാര്യമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് മനസ്സിലായി, അങ്ങോട്ടും 30 മൈൽ ചുമന്നാ മതി, ഇങ്ങോട്ട് അപ്പച്ചൻ നമ്മുടെ കൂടെ നടന്നു വരും. ദൈവത്തിന് സ്തോത്രം. കാരണം യേശുവിന്റെ അടുത്ത് നമുക്ക് അപ്പച്ചനെ എങ്ങനെങ്കിലും ഒന്ന് കൊണ്ടെത്തിച്ചാ മതി. സ്തോത്രം. തിരിച്ചപ്പച്ചൻ നടക്കും. സ്തോത്രം. അതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ തമ്പുരാന്റെ അടുത്തോട്ടൊന്ന് കൊണ്ടുചെന്നാൽ ഇന്ന് രാത്രി ജീവൻ വരും. ദൈവത്തിന് സ്തോത്രം. വലിയ ധൈര്യവും വിശ്വാസവും നമുക്ക് വേണ്ടിയത്. സ്തോത്രം. യേശുവും ശിഷ്യന്മാരും വിൽഡർനെസ്സില് മീറ്റിംഗ് നടത്തുമ്പോൾ കർത്താവ് ഫിലിപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പ്, വരുന്ന ജനത്തിനെല്ലാം നമ്മൾ ഇന്ന് ആഹാരം കൊടുക്കണം. സ്തോത്രം. വരുന്ന ജനത്തിനെല്ലാം ആഹാരം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പ് പണസഞ്ചി എണ്ണി നോക്കിയിട്ട് പറഞ്ഞു,
200 ഡിനാറി മാത്രമേ ഉള്ളൂ, 200 പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതുകൊണ്ട് ഈ വിൽഡേർനെസ്സിൽ ആഹാരം വാങ്ങിക്കാൻ പറ്റില്ല. സ്തോത്രം. തിരിച്ചും മറിച്ചും സഞ്ചി കുടഞ്ഞിട്ടതേ വേണ്ടി. സ്തോത്രം. ഒരു നിവർത്തിയുമില്ല. പൈസ ഇല്ലെന്ന് മാത്രമല്ല, ഇത് വിൽഡേർനെസ്സാ. ഇത് ജനസഞ്ചാരമില്ലാത്ത, ഹോട്ടലില്ലാത്ത മരുഭൂമിയാണ്. അപ്പൊ ഈ ഫിലിപ്പിന്റെ പ്രയാസം കണ്ടുകൊണ്ട് ആൻഡ്രു ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ശിഷ്യന്മാര് ആൻഡ്രു ഓടിച്ചെന്ന് ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും വാങ്ങിച്ചുകൊണ്ട് ഓടി വന്ന് യേശുവിന്റെ കൈ കൊടുത്തു. സ്തോത്രം. ഫിലിപ്പിന് ഒട്ടും പിടിച്ചില്ലത്. സ്തോത്രം. കാരണം 200 തികയാത്തത് കണക്ക് കൂട്ടിപ്പുള്ളി വേർതിരിക്കുമ്പോൾ 5 കൊണ്ട് തമ്പുരാന്റെ കൈ കൊടുക്കുക. അപ്പൊ ആൻഡ്രു പറഞ്ഞു, ഞാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് യേശു ആരാന്ന് എനിക്കറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ കയ്യിൽ നമ്മൾ കാര്യം എത്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി അത്ഭുതം നടക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കയ്യില്, കാരണം ഫിലിപ്പ് വിൽഡേർനെസ്സും പൈസയുമേ കണ്ടുള്ളൂ. എന്നാൽ ആൻഡ്രു വിൽഡേർനെസ്സും പൈസയും അല്ല കണ്ടത്, അവിടെ നിൽക്കുന്ന യേശുവിനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഏത് വിൽഡേർനെസ്സിലാണ് ഈ രാത്രി നിൽക്കുന്നെങ്കിലും നസ്രയൻ നിങ്ങളെ അടുത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവിടെ അത്ഭുതം നടക്കും. ആ ഇരിക്കുന്നിടത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കും. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ നടക്കാത്ത പോലല്ല. ഇന്ന് രാത്രി മീറ്റിംഗ് കഴിയുമ്പോൾ നീ വിൽഡേർനെസ്സിൽ അവന്റെ കൈക്കേകൾ മുറുകെ പിടിക്കണം. തമ്പുരാനെ, ഇത് വിൽഡേർനെസ് ആണ്, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഒരത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യണം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അവിടെ വലിയ അത്ഭുതം നടന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ യേശു പോറ്റി പുലർത്തി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയെന്ന് മാത്രമല്ല, 12 ബാസ്കറ്റ് ഫുൾ ബ്രെഡ് ലോസ് ലെഫ്റ്റ് ഓവർ എന്ന 12 ബാസ്കറ്റ് അവിടെ അധികം വന്നു. ഞാനിപ്പോഴും പറയുന്ന കാര്യം നിങ്ങളോട് പറയാം. ആമേൻ. 11 അല്ല, 13 അല്ല, 12 ബാസ്കറ്റ്. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ആമേൻ. അന്നേരത്തെ കാര്യത്തിനു വേണ്ടി മാത്രമല്ല, അത്താഴത്തിനും കൂടെ, ഡിന്നറിനും കൂടെ ഉള്ളത് ശിഷ്യന്മാർക്ക് ദൈവം തമ്പുരാൻ കൊടുത്തു വിട്ടു. സ്തോത്രം. നോക്കിയേ, തികയത്തില്ലെന്ന് പറഞ്ഞാളാ. ആമേൻ. കണക്ക് കൂട്ടി വേർത്ത ഫിലിപ്പിന്റെ മണ്ടയ്ക്കും തലയിലും ദൈവം ഒരു ബാസ്കറ്റ് വെച്ചു. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, 2 അമ്മക്കൂടെ യേശു അമ്മയ്ക്ക് കാണും. ഫിലിപ്പേ, സ്തോത്രം, പൈസ കൂട്ടി ഇല്ലെന്ന് നടക്കത്തില്ലെന്ന് പറഞ്ഞവനെ നീ കൊണ്ടു അത്താഴത്തിന്. അതാ ദൈവത്തിന് സ്നേഹം എന്ന് പറയുന്നത്. അവന്റെ തലയിലും വെച്ചു കൊടുത്തു. സ്തോത്രം. ആമേൻ. നടക്കത്തില്ലെന്ന് പറയുന്നത് എടുത്തുകൊണ്ട് അവരാ ബോട്ടിൽ വെച്ചുകൊണ്ടാണ് അക്കരെ പോയത്. ആ യാത്രയിലും വലിയ പ്രശ്നമുണ്ടായി. ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. ആമേൻ. അത്ഭുതം നടന്നതിന്റെ ബാക്കി ബോട്ടിലിരിപ്പുണ്ട്. ആമേൻ. എന്നിട്ടും ആ ചുഴലിക്കാറ്റിൽ അവർ ഭാരപ്പെട്ടെന്ന. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിങ്ങളല്ലയോ ഇന്നലെ വലിയ അത്ഭുതം കണ്ടു, അത് ബാക്കി ലെഫ്റ്റ് ഓവർ ബോട്ടിലിരിക്കുമ്പോൾ. സ്തോത്രം. ഈ കൊടുങ്കാറ്റിലും ദൈവത്തിനൊരു വഴിയുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, നിങ്ങൾ പോകുന്ന കൊടുങ്കാറ്റ് അവസാനിക്കുന്നില്ല, ഒതുങ്ങുന്നില്ല തോന്നിയാൽ ഞാൻ ആത്മാവി പറയുകയാണ്, താമസിക്കാതെ ഒതുങ്ങും. സ്തോത്രം. ഏത് കൊടുങ്കാറ്റിന്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിലും ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ കൊടുങ്കാറ്റ് ശാന്തമാകാൻ പോവുകയാണ്. ആ വീട്ടിലെ കൊടുങ്കാറ്റ്, സഭയിലെ കൊടുങ്കാറ്റ്, ജോലിയിലെ കൊടുങ്കാറ്റ്, ആരോഗ്യത്തിലെ കൊടുങ്കാറ്റ്, ആമേൻ, മുന്നോട്ട് പോകാൻ കഴിയാത്ത ആ ശത്രു കെട്ടിയ മതിലുണ്ടല്ലോ, ഇന്ന് രാത്രി തമ്പുരാൻ ശാസിക്കാൻ പോവുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആമേൻ. അത് എൽഡേഴ്സ് വന്ന് ആമേൻ പ്രാർത്ഥനയിൽ സഹായിക്കണമെന്ന്. ഫിസിക്കൽ സിക്നസ് മാത്രമല്ല, സിക്നസ് എന്ന് പറയുന്ന എനി സിക്നസ്. സ്തോത്രം. മെന്റൽ സിക്നസും സിക്നസ്സാ. ചില വിചാരിക്കുന്ന കൈ മുറിഞ്ഞാലോ, ആർത്രൈറ്റിസ് വന്നാലോ, പാരലൈസ് വന്നാലോ രോഗം. അല്ലല്ല, മനസ്സ് മുറിഞ്ഞാലും രോഗമാ. മനസ്സിന്റെ മുറിവ ഉണങ്ങാൻ ഏറ്റവും താമസം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിന് കൗൺസിലിംഗ് വേണം, അതിന് പ്രാർത്ഥന വേണം, അതിന് സപ്പോർട്ട് വേണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിനല്ല എൽഡേഴ്സിനെ ദൈവം വിളിച്ചു വരുത്തുന്നത് വീട്ടിൽ വന്ന് പാസ്റ്ററെ കുറിച്ചുള്ള കുറ്റവും ഗോസിപ്പും പറയാനല്ല. ആമേ. സ്തോത്രം.
പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാനാണ്. പ്രാർത്ഥനയിൽ നല്ല ഉഷാറായിരുന്നു പ്രാർത്ഥിക്കണം. അവിടെ പറയുന്ന കാര്യം, അവൻ എണ്ണ പൂശി അവനെ റിസ്റ്റോർ ചെയ്യണം. ഒരു വ്യക്തി കഷ്ടത്തിലാണെങ്കിൽ, രോഗത്തിലാണെങ്കിൽ, എൽഡേഴ്സ് വന്ന് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫസ് ചെയ്ത് സ്തോത്രം, അവൻ രോഗിയാണെങ്കിൽ, എല്ലാ രോഗവും പാപം കൊണ്ടല്ല, എന്നാലും അവൻ കൺഫസ് ചെയ്യണം, അവൻ റിസ്റ്റോർ ചെയ്യണം. അവന്റെ ആത്മാവിനെ നരകത്തിൽ പോകാതെ നിത്യതയിലേക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന എൽഡേഴ്സ് നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അതാ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് 4-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, സാക്ഷാൽ ഇണയാളിയായുള്ളവേ, സ്തോത്രം, ഈ സഹോദരിമാരുടെ വിഷയത്തിൽ നീ ഇടപെടണം. കാരണം അവരുടെ നിത്യത വലിയതാണ് എന്ന് പറഞ്ഞാൽ, അവിടുത്തെ സഭയിലെ അധ്യക്ഷനെ വിളിച്ചിട്ട് പൗലോസ് പറയാണ്, 2 സഹോദരിമാര് തമ്മില് വഴക്കുണ്ടായപ്പോൾ സ്തോത്രം, ഈ കാര്യത്തിൽ നീ ഇടപെടണം. കാരണം ഇവരുടെ നിത്യത വലിയതാണ്. സ്തോത്രം. ജീവന്റെ പുസ്തകത്തില് പേരെഴുതിയിട്ടുള്ളതാണ് കാര്യം. ദൈവത്തിന് സ്തോത്രം. അത്ര കാര്യമായിട്ടാണ് ദൈവദാസന്മാർ ഗൗരവമായിട്ടാണ് നിത്യത കണക്കാക്കിയത്. സ്തോത്രം. ഇന്ന് നിത്യത ദൈവസഭയ്ക്ക് ഒരു കണക്കല്ല. ഇന്ന് നിത്യത ഒരു പാസ്റ്റർമാർക്ക് പോലും വലിയ കാര്യമല്ല. സ്തോത്രം. സ്വന്തം കീശയും സ്വന്തം പേരും അധികാരവുമാണ് വലിയത്. സ്തോത്രം. എന്നാൽ ആദ്യ കാലത്ത് അവർക്ക് നിത്യതയായിരുന്നു വലുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർ വന്നിരുന്ന് നല്ല ഉണക്ക് പ്രാർത്ഥിക്കണമെന്ന്. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ദി എഫക്റ്റീവ് പ്രേയർ ഓഫ് എ റൈറ്റിയസ് മാൻ അവയിലെത്തുമെന്നതാണ് നീതിമാന്റെ ശ്രദ്ധേയ. നീ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. നോബഡി ഈസ് പെർഫെക്റ്റ് അതർ ദാൻ അവർ ഗോഡ്. ദൈവം മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ. പക്ഷെ നീ നീതിമാനായിരിക്കണം, റൈറ്റിയസ് ആയിരിക്കണം, അനീതിക്ക് കൂട്ടു നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. നീ നീതിമാനാണെങ്കിൽ ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്തൊന്ന് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവർത്തനം നടക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പൊ അവിടെ കാണുന്ന കാര്യം എഫക്റ്റീവ് പ്രയർ. ഉറങ്ങിയുള്ള പ്രാർത്ഥനയല്ല. ചില സമയത്ത് നമ്മൾ നല്ല കാര്യമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. കറുത്തവർഗക്കാരനായ ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വാച്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പറഞ്ഞു, തൻ്റെ സഭയില് 8 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്യാൻസറിനാൽ ബാധിക്കപ്പെട്ടു. ഈ ഒറ്റ മോളെ ഉള്ളായിരുന്നു. എന്നാൽ ഈ കുഞ്ഞിനെ മരിക്കാൻ, 4th സ്റ്റേജ് ക്യാൻസർ, മരിക്കാൻ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് പാസ്റ്ററും കൂടെ പോയി. ചെന്നപ്പോൾ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ നെഞ്ചത്തടിച്ചു കരയുന്നു. ആണും പെണ്ണുമായിട്ട് അവർക്ക് ഈ ഒരു കുഞ്ഞേ ഉള്ളൂ. സ്തോത്രം. ഇത് ഡാളസ് പട്ടണത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ദൈവദാസന്മാര് പാർക്ക്ലാൻഡ് ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് ആ കുഞ്ഞിനെ കാണുമ്പോൾ മരിക്കാൻ ശ്വാസം പൊക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളും സഹോദരങ്ങളും നെഞ്ചത്തടിച്ച് കരയുകയാണ്. സ്തോത്രം. ആ പാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം ടൈ പിന്നൊക്കെ മാറ്റി, ടൈ ഒക്കെ ലൂസാക്കി തന്റെ ഓവർകോട്ട് എടുത്ത് കട്ടിലയിലിട്ടു. ആ ഹോസ്പിറ്റലിന്റെ തറയില് മുട്ടുകുത്തി ഇരുന്നിട്ട് ആ ദൈവദാസന്മാർ പറഞ്ഞു, കർത്താവേ, നീതിയോട് ജീവിക്കുന്ന 2 ദൈവദാസന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു, അടിയന്തരമോ ഈ കുഞ്ഞിനെ ജീവൻ സ്വർഗത്തിൽ നിന്ന് തിരിച്ചയക്കണം. സ്തോത്രം. ആ ദൈവദാസനോട് പറഞ്ഞു, കണ്ണു തുറക്കുമ്പോൾ കുഞ്ഞിന് ചലനമുണ്ടായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞ് ജീവിച്ചു. ഇന്നും ഡാളസില് ആ പെൺകുഞ്ഞുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബെയ്ലർ ഹോസ്പിറ്റലിൽ ICUയിൽ കിടന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഒരിക്കൽ ഞാനും എൻ്റെ സഭയിലെ ഒരു മൂപ്പനായ ദൈവദാസനും കൂടെ പോയി. സ്തോത്രം. അദ്ദേഹം കണ്ണ് കാണാതെ അൺകോൺഷ്യസ് ആയി ദിവസങ്ങളോളം കിടക്കുകയാണ്. സ്തോത്രം. ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കാര്യമായി പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സഹോദരനെ ജീവിപ്പിക്കണമേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് അനങ്ങാൻ തുടങ്ങി, കൈ അനങ്ങാൻ തുടങ്ങി, കണ്ണ് തുറന്നെന്നെ നോക്കി, എന്റെ പേര് പറഞ്ഞ് അദ്ദേഹം വിളിക്കാൻ തുടങ്ങി. 40 ദിവസം ആ ഹോസ്പിറ്റലിൽ അൺകോൺഷ്യസ് ആയി കിടക്കുകയാണ്. എന്നാൽ ദൈവശക്തി മൂവ് ചെയ്തപ്പോൾ തന്റെ കാലിൽ ചൂട് വ്യാപരിക്കാൻ തുടങ്ങി, കയ്യിൽ ചൂട് വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തിടത്തുനിന്ന് വിളിക്കുകയും ചെയ്യുന്ന അബ്രഹാമിന്റെ ദൈവ
ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. നിങ്ങൾ എത്ര പേര് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുന്ന എന്റെ സ്നേഹിതനായ ദൈവം തമ്പുരാൻ, ഹീസ് എ ആമേൻ ക്രിയേറ്റർ ആൻഡ് ഹീസ് എ റിസറക്ടർ. വാട്ട് എൽസ് ഐ നീഡ് മൈ ലൈഫ്. ആമേൻ. അവൻ ക്രിയേറ്റ് ചെയ്യും. ഇല്ലാത്തിടത്തു നിന്ന് ഇന്ന് ഉണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞാൽ ഏതു കാര്യവും നടക്കും. സ്തോത്രം. അല്ല, മരിച്ചുപോയ വിഷയമാണേലും പ്രാർത്ഥന നിർത്തരുത്. അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്. സ്തോത്രം. അവന് ജീവൻ തരാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീതിമാന്റെ ശ്രദ്ധയേറിയ, അപ്പോസ്തലപ്രവൃത്തി 12 നമ്മൾ വായിക്കുന്നു, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ആമേ സ്തോത്രം. പത്രോസിന് വേണ്ടി യാക്കോബിന്റെ തല വെട്ടിയപ്പോൾ പത്രോസിന്റെ തലയും വെട്ടും എന്നുള്ളത് ആമേൻ നിശ്ചയമായിരുന്നു. എന്നാൽ ആമേൻ ഹെരോദാവിന്റെ വാള് തടഞ്ഞത് സഭയുടെ പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, നമ്മുടെ ചില സഹോദരങ്ങൾ പത്രോസന്മാർ ഇന്നും ജയിലിൽ ചങ്ങലയിലായിരിക്കുന്നത് സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. നാം പ്രാർത്ഥിച്ചാൽ ചിലർ വെളിയിൽ വരും. നാം പ്രാർത്ഥിച്ചാൽ ചിലർ ചങ്ങല, നാം പ്രാർത്ഥിച്ചാൽ ചിലർക്ക് ദൂതനിറങ്ങും. നാം പ്രാർത്ഥിച്ചാൽ ഡോറ് ഇന്ന് രാത്രി ദൈവം തുറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഏതെങ്കിലും അടഞ്ഞ ഡോറിന്റെ മുമ്പിലാണ് ദൈവദാസനെ, ദാസിയെ, നീ എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ നിന്റെ മുമ്പിലുള്ള ഡോറ് ഒരു ദൂതനെ അയച്ചു തമ്പുരാൻ ഇന്ന് രാത്രി തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ആഴ്ചയിൽ തന്നെ, ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, ഈ ഒരാഴ്ചക്കുള്ളില് നിന്റെ മേൽ ദൈവം ഒരു വലിയ പ്രകാശം അയക്കും. നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു വലിയ വിഷയം അയക്കും. ഓ, നീക്കമില്ലാത്ത ദൈവം ദൂതൻ വന്ന് ഉരുട്ടി മാറ്റുന്ന പോലെ ആ കല്ലിന്ന് രാത്രി ഉരുട്ടി മാറ്റാൻ പോവുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. നീ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് കല്ല് ആമേൻ ഞാൻ ആത്മാവി കാണുന്നുണ്ട്. ആരുരുട്ടുമെന്ന് ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ തിരിഞ്ഞുരുളാതെ വണ്ണം അതിനെ ഉരുട്ടിക്കളയാനും അതേ ദൂതനെ ഇരുത്താനും കഴിവുള്ളവര് ഓ ഈ രാത്രി യോഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ. ദൈവദാസൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്. നീതിമാൻ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ദി എനർജൈസ്ഡ് ആൻഡ് എഫക്റ്റീവ് പ്രയർ ഓഫ് എ റൈച്ചിയസ് മാൻ. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആവില്ല കാര്യം. ആമേൻ. മഴയ്ക്ക് വേണ്ടി സഭ മുഴുവനും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാളെ രാവിലെ മഴ പെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു വീട്ടിലെ ഒരു കൊച്ചു കുഞ്ഞു മാത്രം പറഞ്ഞു, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചല്ലോ, നമുക്ക് ഇന്ന് രാവിലെ കുട കൊണ്ട് വേണം പോകാൻ. സ്തോത്രം. അവന്റെ മാതാപിതാക്കൾ അവനെ വിലക്കി പ്രാർത്ഥിച്ചു. പക്ഷെ കൊടയൊന്നും മോനെ എടുക്കണ്ട. സ്തോത്രം. അവൻ പറഞ്ഞു, നിങ്ങള് ആമന പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അർത്ഥവുമില്ല. സ്തോത്രം. ഇന്നലെ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചു, ഇന്ന് മഴ പെയ്യും, കൊട കൊണ്ടുപോകാൻ പോയി. അന്ന് ഭയങ്കര മഴ പെയ്തെന്ന. സ്തോത്രം. ആമൻ. നാം പ്രാർത്ഥിക്കുന്നെങ്കിലും നമ്മുടെ അന്തർഭാഗം മൂവ് ചെയ്യുന്നില്ല, നമ്മുടെ വിശ്വാസം അനങ്ങുന്നില്ല. ഇന്ന് രാവിലെ നമുക്ക് രാത്രി അവിടെയാണ് വ്യത്യാസം വേണ്ടിയത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഏലിയാവ് ആമനെ കുറിച്ചും കൂടെ അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ആമേ സ്തോത്രം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, ജസ്റ്റ് ലൈക്ക് എസ് an ordinary man with blood and flesh. ആമേൻ. നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ആമേ മുഴങ്കാലിന്റെ ഇടയിൽ തല വെച്ചുകൊണ്ട് ആമേൻ അദ്ദേഹം പ്രാർത്ഥിച്ചെന്ന. He crouched down on the earth and put his face in between the legs. അവന്റെ കാലിന്റെ ഇടയില് അവൻ തല കുനിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അടുത്ത ദിവസങ്ങളിലാണ് ടോണി ഇവാൻസ് എന്ന് പറയുന്ന ദൈവദാസന്റെ കമന്ററിയിൽ അതേ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവൻ പണ്ട് യഹൂദ സ്ത്രീകള് ആമേൻ ലേബർ പെയിൻ വരുമ്പോൾ ഹോസ്പിറ്റൽ ഇല്ലാത്ത കാലമായിരുന്നു. സ്തോത്രം. ആമേൻ. അവര് അന്ന് ചെയ്യുന്നത് കാലിന്റെ ഇടയിൽ തല കുനിച്ചുകൊണ്ട് പുഷ് ചെയ്യുമ്പോഴാണ് ബേബിക്ക് ബെർത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. സ്തോത്രം. അദ്ദേഹം പറയുന്നു, ഏലിയാവ് അതാ ചെയ്തത്. കർമ്മേലിന്റെ കൊടുപിടി. ഞാൻ വിചാരിച്ചു കേറി ചെന്ന് ഒരു പ്രാർത്ഥിച്ചു മഴ. അല്ല സ്നേഹിതരെ, അല്ല. ആ ഭക്തനായ മനുഷ്യന് കർമ്മേലിന്റെ കൊടുമുടിയിൽ കയറിയ ലേബർ പെയിൻ വരുന്ന സ്ത്രീകളെ പോലെ അവൻ കാലിന്റെ ഇടയ്ക്ക് തല വെച്ചുകൊണ്ട് അവൻ നിലവിളിക്കാൻ തുടങ്ങി, കർത്താവേ, ഈ ദുഷ്ടരാജാവിന്റെ
മുമ്പിൽ മഴ പെയ്യിക്കണം. കർത്താവേ, ഈ ദുഷ്ടന്റെ മുമ്പിൽ സ്വർഗം തുറക്കണം. അവൻ ഏങ്ങലടിച്ചു കരഞ്ഞു, അവൻ പുഷ് ചെയ്ത് പ്രാർത്ഥിച്ചു. ആ മൗണ്ടൻ അവനെ തലയടിച്ചു പ്രാർത്ഥിച്ചു, ദൈവമേ മഴ പെയ്യിക്കണം. സ്തോത്രം. 3.5 വർഷം അടഞ്ഞ ആഘോഷമണ്ഡലം ദൈവം തുറന്നത് ഒരു ഈസി പ്രേയർ കൊണ്ടല്ല, ജീവൻ പണയം വെച്ച് ലേബർ പെയിൻ പോലെ അവൻ ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ രാത്രി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇന്ന് രാത്രിയോ ജീവൻ പണയം വെച്ച് ഏങ്ങലടിച്ച് പുഷ് ചെയ്ത് ഒരു ലേബർ പെയിൻ പോലെ നീ പ്രാർത്ഥിക്കാമെങ്കിൽ അടഞ്ഞ ആകാശം ഇന്ന് രാത്രി നിന്റെ തലയ്ക്ക് മീതെ തമ്പുരാൻ തുറക്കാൻ പോയി. ഞാനും നിങ്ങളും അടഞ്ഞ ചില വിഷയത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. സാരമില്ല, ഏലിയാവിന്റെ ദൈവം നിന്റെ അടുത്തിരിപ്പുണ്ട്. സ്തോത്രം. അവൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. 6 പ്രാവശ്യവും ഒന്നും കണ്ടില്ല. ആമേ, സ്തോത്രം. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ബാല്യക്കാരനെ അയക്കുമ്പോഴും, ആമേ, ബാല്യക്കാരൻ ഇല്ലെന്ന് പറയുമ്പോഴും ജീവൻ കളഞ്ഞ് പ്രാർത്ഥിക്കുന്നവന് നിശ്ചയമുണ്ട്. അതിനകത്ത് മേഘമുണ്ട്. സ്തോത്രം. അവൻ പറയുന്നുണ്ട്, ഞാൻ കാണുന്നില്ലെങ്കിലും ഐ ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് ദ അബണ്ടന്റ് റെയിൻ. അവൻ കാണാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ ചെവിക്കകത്ത് പ്രാർത്ഥനയുടെ മറുപടി ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ വലിയ മഴയുടെ മുഴക്കം എന്റെ കോതിന്റെ അകത്തുണ്ട്. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വിഷയത്തിന്റെ മറുപടി നിന്റെ കാതിൽ ദൈവം കേൾപ്പിക്കാൻ പോവുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. നീ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു, ഒരു വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ കാതിൽ ആ ശബ്ദം ദൈവം തമ്പുരാൻ കേൾപ്പിക്കാൻ പോവുകയാണ്. അവൻ കൈപ്പത്തി പോലുള്ള ഒരു മേഘം അവൻ കണ്ടു. സ്തോത്രം. ഒരു ചെറിയ കൈപ്പത്തി മതി ദൈവം തമ്പുരാന് വലിയ കാര്യം ചെയ്യിക്കാൻ. സ്തോത്രം. ആഹാബിനോട് അവൻ പറഞ്ഞു, രഥം പൂട്ടി നീ ഓടുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ആമേൻ. ഏറ്റവും നല്ല കുതിരയും ഏറ്റവും നല്ല രഥവുമുള്ള ആമേൻ, സ്തോത്രം, ആളാണ് ആഹാബ്. ദുഷ്ടന്മാരിൽ ദുഷ്ടനാണ്. മോസ്റ്റ് വിക്കഡ് കിങ് ഓഫ് ഇസ്രായേലൈസ് എന്നാണ്. ഇതുപോലൊരു ദുഷ്ടനില്ലെന്ന. സ്തോത്രം. ആമേൻ. എന്നാൽ അവന് രഥത്തിൽ കൂടെ വേഗത്തിൽ പോകുമ്പോൾ ഏലിയാവിനോട് ചോദിച്ചില്ല, ഒരു റൈഡ് വേണമെന്ന് ചോദിച്ചില്ല. സ്തോത്രം. ഒരു റൈഡ് വേണമെന്ന് ചോദിച്ചില്ല. ആമേൻ. കാരണം ദുഷ്ടനാ. സ്തോത്രം. എന്നാൽ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, അവന്റെ രഥത്തെ കയറണ്ട. അവന്റെ കുതിര ബെസ്റ്റ് കുതിരയാണ്. പക്ഷേ ആ കുതിരയുടെ കാലിന്റെ വേഗതയിൽ ജയിക്കുന്ന ഒരു ബലം നിന്റെ കാലിന് തരാൻ എനിക്ക് കഴിയും. സ്തോത്രം. രഥത്തിൽ കയറി അതിവേഗം ആമേൻ രഥം ഓടിച്ചു പോകുമ്പോൾ പകുതി വഴി കൂടെ ചെല്ലുമ്പോൾ കൃഷകാത്രനായ ഒരു മനുഷ്യന് തോളിൽ തോർത്തു വിട്ടുകൊണ്ട് കുതിരയുടെ മുമ്പിൽ ഓടുന്നത് കണ്ടു. അത്ഭുതപ്പെട്ടു ആമെന്നാണ്. സ്തോത്രം. ഇത്രയും വലിയ കുതിരയെ ജയിക്കാൻ അവന്റെ കാലുകൾക്ക് ദൈവാത്മാവ് ശക്തി കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവര് ക്ഷീണിച്ചു പോകത്തില്ല. അവർ കഴുകന്മാരെ പോലെ പറന്നുയരും. നിന്റെ കാലിന് ഇന്ന് ബലം തരുവാൻ, നിന്റെ കൈക്ക് ഇന്ന് ബലം തരുവാൻ, നിന്റെ ശരീരത്തിന് ഇന്ന് ബലം തരാൻ, നിന്റെ മരിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന് രാവിലെ രാത്രി ബലം തരുവാൻ, രക്തോട്ടമില്ലാത്ത ചലനമുണ്ടാക്കുവാൻ, ആ ആർത്രൈറ്റിസിനെ മാറ്റാൻ, ആ ഹാർട്ടിന്റെ ബ്ലോക്ക് ദൈവത്തിന് വരുവാറ്റുവാൻ ഇന്ന് രാത്രി കഴിയും. കാരണം കുതിരയുടെ ബലത്തേക്കാൾ വലിയ ബലം ഒരു മനുഷ്യന്റെ മേൽ പകർന്നെങ്കിൽ ആ ബലം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുകയാണ്. സ്തോത്രം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണ്. എന്റെ ആത്മാവിൽ ഞാൻ വളരെ കൃത്യമായി ഫീൽ ചെയ്യുന്നു, ഇവിടെ ആരുടെയൊക്കെയോ ബന്ധനം പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. ചിലരുടെ കാലിനും കൈക്കും ദൈവം ആമേൻ ബലം കൊടുക്കുന്നു. ചില സർജറികൾ ക്യാൻസൽ ചെയ്യുന്നു. ചിലരുടെ തലമുറയുടെ വിവാഹം നടക്കാത്ത വിഷയങ്ങളുടെ ബന്ധനം ദൈവം അഴിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ദൂരെയുള്ള ചില വിഷയങ്ങളുടെ മുമ്പിൽ, ജോലിയുടെ വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം തമ്പുരാൻ വലിയ വിടുതൽ അയക്കുന്നു. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ചിലരുടെ ശുശ്രൂഷയ്ക്ക് ദൈവം ചേഞ്ച് വരുത്താൻ പോകുന്നു. ചിലരുടെ ആത്മീയ നിലവാരം ദൈവം മാറ്റാൻ പോവുക. പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്ന ചിലരുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും തടയുന്ന ആ തടസ്സങ്ങളെ ദൈവം ശാസിക്കുന്നു. കർത്താവെ, വലിയ വിടുതല് എൻ്റെ ഈ സ്നേഹിതർക്കെല്ലാം കൊടുക്കണമേ. ഈ ദൈവദാസന്മാർക്ക് ഒരു പുതിയ ശുശ്രൂഷ കൊടുക്കണമേ. ഈ ലൈനിൽ വന്ന ഈ വചനം കേട്ടവരെ ധൈര്യപ്പെടുത്തണമേ. അവരുടെ വലിയ
കല്ലുപോലുള്ള വിഷയം ദൂതനെ അയച്ച് നീ ഉരുട്ടിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഇനി അവർ എഴുന്നേറ്റ് പോകുമ്പോൾ ആ കല്ല് അവിടെ ഇല്ലെന്ന് പറയുമാർ ഒരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നതിനായി സ്തോത്രം. വലിയ പ്രത്യാശയോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ കൃപ തരണമേ. ഇതിന്റെ പുറകിൽ അധ്വാനിച്ച ദൈവദാസന്മാരെ സഹായിക്കണമേ. പക്ഷേ യോസേഫിനായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആരോഗ്യവും ബലവും ആയുസ്സും വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഇതിന്റെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എന്നോട് ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ.